അത്തിക്കാരുടെ അബ്ബാസ് പറയാണ്, എന്റെ അത്തിക്ക, നീ കണ്ട സ്വപ്നവും അതിന് നീ നൽകിയ വിശദീകരണം വളരെ സൂട്ടാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടുകാർക്ക് ദഹിക്കൂല. അതുകൊണ്ട് ഈ വാർത്ത, നീ കണ്ട സ്വപ്നവും അതിന് നീ നൽകിയ വിശദീകരണവും ഇത് നിന്റെ മനസ്സിൽ കിടക്കട്ടെ, പുറത്തേക്ക് പോണ്ട. അബ്ബാസേ, നിന്റെ മനസ്സിലും കടന്നോട്ടെ, പുറത്തേക്ക് പോണ്ട കേട്ടോ. അങ്ങനെ ആത്തിക്ക് തിരിച്ച് അങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ പരസ്പരം ഈ രഹസ്യം ആരോടും പറയൂല എന്ന ധാരണയിൽ അബ്ബാസ് ആത്തിക്കാതെ വീട്ടിൽ നിന്നും മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മെല്ലെ നടക്കുകയാണ്. പടച്ചോരെ, ആരാ വരുന്നത് നോക്കിയാട്ടെ, ഇതാരാ വരുന്നത്? അബ്ബാസ് ചിന്തിക്കാണ്, ആരോ എതിരെ വരുന്നുണ്ട്. ആരായിരിക്കത്? തന്റെ വലിയ കൂട്ടുകാരായ വലീദ് വരികയാണ്. വലീദിനെ കണ്ട് അബ്ബാസ് ഒന്ന് മുഖം ചുളിച്ചു. ഈ ചങ്ങായിനെ രാവിലെ തന്നെ കണ്ടത്. ചില ആൾക്കാരെ കണി കണ്ടാലുണ്ട് പാട്. പെങ്ങളെ വീട്ടിൽ നേരെ ഇറങ്ങി തന്റെ പണിക്ക് പോവാണ്, ജോലിക്ക് പോവാണ്. ആ സമയത്ത് കണ്ടത് വലീദിനെയാണ്. വലീദാവട്ടെ ഇസ്ലാമിന്റെ കടുത്ത വിരോധിയാണ്, മുത്തുനബിന്റെ ആജന്മ ശത്രുവാണ്. ആ വലീദാണ് എതിരെ വരുന്നത്. അബ്ബാസിന് വരവത്ര ഇഷ്ടായില്ല, മുഖത്ത് അനിഷ്ടം പ്രകടിപ്പിച്ചു. വലീദ് അത് മനസ്സിലാക്കുകയും ചെയ്തു. എന്താ അബ്ബാസെ, മുഖത്തൊരു എന്നെ കാണുമ്പോ എന്തു പറ്റി? ഒന്നുമില്ലടാ, ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പണ്ടേ ഒന്നുപോലെ 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചതല്ലേ, അങ്ങനത്തെ ബുദ്ധിമുട്ട് നിന്നോട് എനിക്കില്ലപ്പായേ, അങ്ങനെ തോന്നരുത് കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാകരുത്. എല്ലാ അബ്ബാസെ, എനക്ക് ഓരോരുത്തരെ കണ്ടാൽ തിരിയും, മനസ്സിലാവും. നിന്റെ മുഖത്ത് എന്തോ ഒരു ഭാവമാറ്റം എന്നെ കണ്ടപ്പോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അബ്ബാസെ, അത് പറയാതെ ഒരടി മുന്നോട്ട് പോകാന്ന് വിചാരിക്കണ്ട. വലീദിനോട് പറഞ്ഞു, പൊന്നുപോലത്തെ വലീദേ, എനിക്ക് എന്ത് പ്രശ്ന നിന്നോട്? നിന്നെ കണ്ടപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഒളിഞ്ഞ് കിടക്കുന്നില്ല അബ്ബാസെ. ചോരെ, ആത്തിക്ക കണ്ട സ്വപ്നം ഇവൻ അറിഞ്ഞ, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇവൻ അറിഞ്ഞ. അബ്ബാസിനാകെ വ്യാധിയായി. ഇനി ആത്തിക്കാറ്റ് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും, ആത്തിക്ക കാണാനുള്ള ചാൻസ് ഒന്നും കാണില്ലല്ലോ. പക്ഷെ ഇവനെന്തോ ഒരു മനവെച്ച സംസാരം. എന്താ വലുത് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, വെറുതെ ചോദിച്ചതാ. എന്നൊരു കാര്യമുണ്ട്, നീ എന്നോട് പറഞ്ഞാൽ നീ അയാളോട് പറയോ? അയാളോട് പറയില്ല. ലാത്തയാണ്, ഉസ്സയാണ്, ഹുബലിയാണ്, പടച്ചോനെയാണ്, എന്റെ ഉപ്പാനെയാണ്, ഉമ്മാനെയാണ് സത്യം. നീ ഒരു രഹസ്യം പറഞ്ഞാൽ അത് രഹസ്യമായി രൂഢമൂലമായി എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കും അബ്ബാസ്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയല്ലേ? പിന്നെ എങ്ങനെ സംശയത്തെ കുറിച്ച്? അതുകൊണ്ട് അത് വേണ്ട, അതുകൊണ്ട് നീ തുറന്നു പറഞ്ഞോ. നീ രഹസ്യങ്ങൾക്ക് പോരട്ടെ, ഒക്കെ പോരട്ടെ. നീ ആരോട് പറയില്ലല്ലോ? ഇല്ല, ആരോടും പറയില്ല. എന്നാൽ എന്റെ പെങ്ങൾ ആത്തിക്ക അവളുടെ സ്വപ്നം കണ്ടിരിക്കുന്നു. അത് ഇങ്ങനെയൊക്കെയാണ്, അതിന്റെ വിശദീകരണം ഇന്ന പോലെയാണ്. അതായത് നിങ്ങൾക്കൊക്കെ 3 ദിവസത്തെ ആയുസേ ഉള്ളൂ എന്ന് ചുരുക്കി പറഞ്ഞാൽ വലീദിനോട് പറയാ.